ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ജൂൺ മാസം 10-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ആളിക്കത്തുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം ജ്വലിക്കുമ്പോഴാണ് നമ്മൾ പ്രവർത്തന നിരതരായി മാറുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ പത്രോസിൻ്റെ ഭവനത്തിലെത്തി. അവിടെ പത്രോസിൻ്റെ അമ്മായിമ്മ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ഈശോ അവളുടെ കയ്യിൽ സ്പർശിച്ചു. അവളുടെ പനി തൽക്ഷണം വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് ഈശോയെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അവർ അനേകം പിശാച് ബാധിതരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനമയച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. യേശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ്, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഈശോ നമ്മുടെ ബലഹീനതകൾ അവൻ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ രോഗങ്ങൾ അവൻ വഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. സ്നേഹമുള്ളവരെ, പൈശാചിക ശക്തികളെ ഒഴിവാക്കുന്ന ഈശോയാണ് നമ്മൾ കണ്ടത്. ഏത് തിന്മയുടെ അരുവിയെയും ഈശോ അകറ്റിക്കളഞ്ഞ്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ആ വ്യക്തിയെ സുബോധമുള്ള വ്യക്തിയാക്കി മാറ്റും. നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളിലുമൊക്കെ അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അവർ പള്ളി പോകുവാൻ തയ്യാറാവുകയില്ല, അവർ കുമ്പസാരിക്കാൻ തയ്യാറാവുകയില്ല, ദിവ്യഗാനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവർ തലകറങ്ങും, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ അവർക്ക് നേരെ ഈശോയെ കാണുവാൻ പറ്റില്ല, അവരവിടെ ഇരിക്കും. ഇതൊക്കെ ആ വ്യക്തിക്ക് മാത്രം അറിയാവുന്ന ചില സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളിൽ അശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? നിങ്ങൾ പുരോഹിതനെ സമീപിക്കണം. പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ തനിച്ച് പ്രാർത്ഥിച്ചിട്ട് വിടുതൽ ലഭിക്കുന്നില്ല എങ്കിൽ പുരോഹിതർക്ക് ദൈവം പ്രത്യേകമായ കൃപ നൽകിയിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സർവ്വബന്ധനത്തിൽ നിന്നും അവർ നിങ്ങളെ വിമോചിപ്പിക്കും. ഈശോയുടെ ശരീരരക്തങ്ങൾ സർവ്വബന്ധനത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിച്ച് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കാൻ ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിൽ തിന്മയുടെ പ്രവൃത്തിയുണ്ടെങ്കിൽ, ഞങ്ങളിൽ അശുദ്ധാത്മാക്കളുണ്ടെങ്കിൽ ഈശോയെ നിമിഷത്തിന് ഞങ്ങളിൽ നിന്ന് അടി പുറത്താക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്. അവർ പ്രാർത്ഥിക്കാൻ താല്പര്യം കാണില്ല. അവർക്ക് ഈ ലോകത്തിൽ നിന്ന് വേർപിരിയാൻ പോലും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ദൈവമേ, നീ ഇടപെട്ട് ആ മക്കളെ വിശദീകരിച്ച് അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാം അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.